ഇറാനിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖാംനയ്ക്ക് പകരം 3-അംഗ സമിതിക്ക് താൽക്കാലിക ചുമതല. ഇറാൻ പ്രസിഡന്റ്, ചീഫ് ജസ്റ്റിസ് അലി റസ അറാഫി എന്നിവർക്കാണ് ചുമതല. IRGCയുടെ ചുമതല അഹമ്മദ് വാഹിദിക്കാണ്. അക്ഷയ് പേരാവൂർ ദുബായിൽ നിന്ന് ചേരുന്നു. അക്ഷയ്, ഈ പുതിയ സമിതിയുടെ ചുമതല എന്താണ്? ഞാൻ അക്ഷയിലേക്ക് വരാം. BK സുഹൈൽ ഡെസ്കിൽ നിന്നുണ്ട്. സുഹൈൽ, എന്താണ് ഈ പുതിയ 3-അംഗ സമിതിയുടെ ചുമതല? ഖാംനായി ഒരു സുപ്രീം ലീഡർ മരിക്കുന്ന സമയത്ത് ഇറാനിൽ പുതിയ ഭരണക്രമത്തെ കണ്ടെത്താനുള്ള ഒരു നടപടിക്രമമുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഒരു പ്രത്യേക സമിതിയാണ്. ആ സമിതിയിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. 3 അംഗങ്ങളിൽ 2 പേർ നിലവിൽ തന്നെ ഉള്ള ആളുകളായിരിക്കും. ഒന്ന് പ്രസിഡന്റാണ്, അപ്പോൾ നിലവിൽ അത് മസൂദ് പെസഷ്കിയാനാണ്. മറ്റൊന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. ആകെ ഒരാളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അത് ഗാർഡിയൻ കൗൺസിലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരംഗമാണ്. ആ അംഗമായിട്ടാണ് ഇപ്പോൾ അലി റസ അറാഫിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗാർഡിയൻ കൗൺസിൽ എന്ന് പറയുന്നത് അവിടെയുള്ള മതകാര്യാലയമാണ്, ഷിയ ക്ലറിക്കാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അലി റസ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഈ 3 ആളുകളിൽ നിന്നും ഒരാളെ തന്നെ ആവാനാണ് അടുത്ത ഒരു പിൻഗാമിയായി തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രസിഡന്റ് അവിടെയുണ്ട്, ചീഫ് ജസ്റ്റിസുമുണ്ട്. അതിലപ്പുറമായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അറാഫി, അലി റസ അറാഫി ഒരുപക്ഷെ താൽക്കാലിക പിൻഗാമിയായി, ഖാംനായിയുടെ താൽക്കാലിക പിൻഗാമിയായി എത്തും എന്നുള്ള സൂചന കൂടിയാണ് ഇതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതേപോലെ തന്നെ IRGCയുടെ തലപ്പത്തേക്ക് അലി വാഹിദി എത്തുകയാണ്. അതും പുതിയൊരു മാറ്റം തന്നെയാണ്. ഈ മാറ്റത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഖാംനായി അവിടെ കൊല്ലപ്പെട്ടുവെങ്കിലും ഒരിക്കലും തങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് ഒരിക്കലും ഒരു സ്റ്റക്കില്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഭരണക്രമത്തിൽ വരുത്തിയിട്ടുള്ള പുതിയ മാറ്റം. ഇനി നടക്കാൻ പോകുന്നത് ഈ അലി റസ അറാഫി അടക്കമുള്ള ഈ 3 പേരെയും ചേർത്തുകൊണ്ടുള്ള ഈ സമിതിയാണ്. താൽക്കാലികമായി ഇപ്പോൾ ഖാംനായി എന്താണോ ചെയ്തിരുന്നത് അത് സുപ്രീം ലീഡർ എന്ന് പറഞ്ഞാൽ രംഗത്തുള്ളൊരു ലീഡർ മാത്രമല്ല, ഈ സർവ്വസൈന്യാധിപൻ, അതേപോലെ തന്നെ ഈ ജസ്റ്റിസിൻ്റെയും മുകളിലുള്ള ന്യായാധിപൻ, അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും അവസാന വാക്ക്, ഇതെല്ലാം ഇനി വഹിക്കുക ഈ 3-അംഗ സമിതിയായിരിക്കും. ഇനി ഇതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും അടുത്ത സുപ്രീം ലീഡറെ, ഒരു പരമാധികാരിയെ തെരഞ്ഞെടുക്കുക.